ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ത്യൻ IT സെക്ടറിന് ഒരു വലിയ ഭീഷണിയാണോ അതോ ഒരു വലിയ അവസരമാണോ തുറക്കുന്നത്? ഇപ്പോഴത്തെ സത്യാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ IT സെക്ടർ ഏറ്റവും ഷേക്കായി നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് മോസ്റ്റ്ലി പല IT സ്റ്റോക്കുകളും ഏകദേശം ഹൈന്ന് 50% അടുപ്പിച്ച് ഫോൾ ചെയ്തിട്ടുണ്ട്. TCS ആവട്ടെ, ഇൻഫോസിസ് ആവട്ടെ, HCL ടെക് ആവട്ടെ, ടെക് മഹേന്ദ്ര ആവട്ടെ. ഈ ഫോള് കണ്ടിന്യൂ ചെയ്യുമോ, ഇവിടുന്ന് ഈ സ്റ്റോക്കിൽ റിക്കവർ ചെയ്യുമോ, ഇതെല്ലാവരുടെയും ഒരു വലിയ ആശങ്കയാണ് ഇപ്പം. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. IT സെക്ടർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ജോബ് എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് സപ്പോർട്ട് ജോബ്, കോഡിംഗ് ജോബ്, പിന്നെ ഈ പറഞ്ഞ എൻ്റർപ്രൈസസിന് വേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ AI വന്നതിന് ശേഷം ഈ പറഞ്ഞ 3 പ്രോസസ്സിനും വലിയ ത്രെട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ AI ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്തു പോകും. എന്നിരുന്നാൽ AI ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് ക്യൂ ആയിട്ട് നിൽപ്പുണ്ട്. അതായത് AIക്ക് ഡയറക്റ്റ് വന്ന് ഒരിക്കലും വലിയ വലിയ എൻ്റർപ്രൈസുകളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അവിടെ ആരുടെ സഹായം വേണ്ടി വരും? IT കമ്പനികളുടെ സഹായം വേണ്ടി വരും. അപ്പം ഗോയിങ് ഫോർവേഡ് ഒരു 3 ഇയേഴ്സിനപ്പുറം നോക്കിക്കഴിഞ്ഞാൽ IT കമ്പനികൾക്കെല്ലാം തന്നെ മാന്യമായ ഒരു ബിസിനസ് ഉണ്ടാവും. എങ്ങനെയാണ് അവർ AI അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും സപ്പോർട്ടും ഇംപ്ലിമെൻറ്റേഷനും പാർട്ടിലുള്ള ഒരു വലിയ ബിസിനസ് ഉണ്ടാവും. പക്ഷേ അതിന് സമയമെടുക്കും. എന്നാൽ ഈ ഒരു 1-2 വർഷത്തെ സിനാരിയോ നമ്മളെടുത്ത് സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസിഷൻ ടൈമാണ്. അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണം, അവരുടെ സ്റ്റാഫുകളെയൊക്കെ ട്രെയിൻ ചെയ്യണം. അപ്പം നിലവിൽ ഇന്ത്യയിൽ ITയുടെ കമ്പനികളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോയ 3 കമ്പനികളേ ഉള്ളൂ. ഒന്ന് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, കോഫർജ്, KPIT ടെക്നോളജി. ഈ കമ്പനികൾ നേരത്തെ തന്നെ AI അഡോപ്റ്റ് ചെയ്യും. പൊതുവേ പ്രസൻ്റ്ലി ഉള്ള ക്രാഷിൽ അവർക്ക് വലിയ ഷേക്ക് സംഭവിച്ചിട്ടില്ല. എന്നാൽ വലിയ കമ്പനികളായ ഇൻഫോസിസും TCSും ഒക്കെ തന്നെ അത് അഡോപ്റ്റ് ചെയ്ത് വരുന്ന നെഗോഷിയേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സായി ഫങ്ഷനായി ഫുൾ ഫ്ലെഡ്ജായി വരണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2 വർഷം സമയമെടുക്കും. അപ്പോൾ ഈ 2 വർഷ സമയത്തിൽ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് നോക്കിയാലും ഇതുവരെ ഇപ്പോൾ പ്രസൻ്റ്ലി അവർക്കുള്ള ക്യാഷ് ഫ്ലോയോ പ്രോഫിറ്റോ വരുന്ന 2 വർഷം ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. എന്നാൽ അതിന് ശേഷം ഒരു വലിയ മാസീവ് ചേഞ്ചസ് അല്ലെങ്കിൽ അവർക്കൊരു വലിയ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എമർജ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ ഷോർട്ട് ടൈം ഔട്ട്ലുക്കിൽ IT സെക്ടർ കുറച്ച് വീക്കാണ്, അത് കുറച്ച് സമയമെടുക്കും. എന്നാൽ ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ വരുന്ന ഫോളുകളിൽ കുറച്ച് ആഡ് ചെയ്തൊരു 3 ഇയേഴ്സിനപ്പുറത്തേക്ക് വേണമെങ്കിൽ IT സ്റ്റോക്കുകൾ വാങ്ങുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി നടത്തി മനസ്സിലാക്കുക. താങ്ക് യു.